നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ടെന്ന് സൂചന. അമിത്ഷായ്ക്കും നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനുമൊപ്പം മോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ഇതിനിടെ ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കും. UP, മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തിരിച്ചടി ചർച്ചയാകും. കിരൺ ബാബു ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. കിരൺ, ബിജെപി പാർലമെന്ററി പാർട്ടി ഇന്ന് ചേരും. ഒപ്പം സർക്കാർ രൂപീകരിക്കാനായി രാഷ്ട്രപതിയെയും ഇന്ന് കാണും എന്നറിയുന്നു. സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കാൻ എന്തൊക്കെയാണ് നീക്കം? അശ്വതി, സത്യപ്രതിജ്ഞ ഞായറാഴ്ച എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഞായറാഴ്ച പ്രധാനമന്ത്രി മാത്രമല്ല പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള അനൌദ്യോഗികമായ സൂചനകളും പുറത്തുവരുന്നുണ്ട്. പക്ഷേ ഇതിനു മുന്നിൽ ചില തടസ്സങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഘടകകക്ഷികളുമായിട്ടുള്ള വകുപ്പ് വിഭജനത്തിലും അതോടൊപ്പം തന്നെ എത്ര ക്യാബിനറ്റ് പദവി നൽകണം എന്നതിൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. ഏറ്റവും അവസാനം ലഭിക്കുന്ന സൂചനകളനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കും അത് TDP 16 സീറ്റുള്ള TDPക്കും 12 സീറ്റുള്ള JDUവിനും ഓരോ ക്യാബിനറ്റ് പദവി എന്നുള്ള നിർദ്ദേശമാണ് BJP വെച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. നേരത്തെ മുൻകാലങ്ങളിലൊക്കെയുള്ള 4 MPമാർക്ക് ഒരു ക്യാബിനറ്റ് പദവി എന്ന നിലയിൽ വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. അത്തരം ചില വകുപ്പുകളും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ വിഷയത്തിലടക്കം അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം ക്യാബിനറ്റുകളുടെ എണ്ണം തീരുമാനിക്കണം, പിന്നീട് വകുപ്പുകൾ തീരുമാനിക്കണം. ഇത്തരം കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. ഇതിനിടയിൽ തടസ്സമായി നിൽക്കുന്നത് TDP സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനം TDPക്ക് വേണമെന്നുള്ള ആവശ്യമുണ്ട്. അതിലും ഈ തീരുമാനം ആവാനുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന പലപ്പോഴും ചർച്ചകളുടെ ചില ഭാഗങ്ങൾ മാത്രമാകും. പൂർണ്ണമായും ഒരു തീരുമാനത്തിലെത്തണമെങ്കിൽ ഏതെല്ലാം വകുപ്പുകൾ, ഏതായാലും TDPക്ക് കൊടുക്കുന്ന വകുപ്പുകളും TDP കൊടുക്കുന്ന ക്യാബിനറ്റ് പദവിയും അതിന് ആനുപാതികമായി തന്നെ MPമാരുടെ എണ്ണത്തെ ആനുപാതികമായി JDUവിനും കൊടുക്കേണ്ടി വരും. ഒരാൾക്ക് 16 സീറ്റും ഒരാൾക്ക് 12 സീറ്റുമായുള്ളത്. അത്തരത്തിലേക്ക് തന്നെ മറ്റു പാർട്ടികളും കൊടുക്കേണ്ടി വരും. തീരെ ചെറിയ പാർട്ടികളുടെ വിഷയം വരുമ്പോൾ മാത്രമാണ്, 1 സീറ്റും 2 സീറ്റും മാത്രമുള്ള പാർട്ടികളുടെ വിഷയം വരുമ്പോൾ മാത്രമാണ് ഇത്തരം പരിഗണനകളില്ലാതെ ആ പാർട്ടിയുടെ നേതാക്കളുടെ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്ത് വകുപ്പുകൾ വിതരണം ചെയ്യുന്നത്. പക്ഷേ അത്തരം ഘട്ടത്തിലേക്ക് ഇപ്പോൾ നിലവിൽ കടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. പ്രധാനപ്പെട്ട പാർട്ടികളുമായിട്ടാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. TDP, JDU, 5 MPമാരുള്ള LJP, അതോടൊപ്പം തന്നെ 2 MPമാരുള്ള JDS എന്നിവരാണ്. അതിൽ ആദ്യത്തെ 2 പാർട്ടികളുമായിട്ടാണ് TDPയുമായും JDUമായിട്ടുള്ള ചർച്ചകളാണ് തുടരുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിൽ തന്നെ, അത് ഞായറാഴ്ചക്കുള്ളിൽ തന്നെ, ശനിയാഴ്ചയോടുകൂടി തന്നെ നാളെ കാര്യത്തിൽ ഒരു ധാരണ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. BJPയിൽ നിന്നും BJP അധ്യക്ഷൻ JP നദ്ദയും അതോടൊപ്പം തന്നെ അമിത്ഷായും രാജ്നാഥ് സിംഗുമാണ് ഈ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. എന്തായാലും അക്കാര്യത്തിലൊരു ധാരണ എത്തി ഞായറാഴ്ച തന്നെ പരമാവധി പ്രധാനമന്ത്രിക്കൊപ്പം എല്ലാ പാർട്ടികളിലെയും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലെ എല്ലാ മന്ത്രിമാരെ കൂടി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളും ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. കിരൺ, തർക്കങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള വകുപ്പുകളിലുള്ള ചർച്ച അത് വളരെ BJPക്ക് വളരെ നിർണായകമല്ലേ? ഏത് രീതിയിലായിരിക്കും അതിനെ അഭിമുഖീകരിക്കുക? പ്രധാനമായും ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 4 വകുപ്പുകളാണ്. ഒന്ന് പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം, വിദേശകാര്യം. ഈ 4 വകുപ്പും പ്രധാനമന്ത്രിയും കൂടെ ചേർന്നാണ് ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. മന്ത്രിസഭയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറയുമ്പോഴും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഈ മന്ത്രിമാർ ചേർന്നതാണ്. ഈ 4 വകുപ്പുകളിൽ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും എന്തായാലും BJP തയ്യാറാവില്ല. അത് BJPയുടെ സുസ്ഥിരമായ ഒരു ഭരണത്തിന് കൂടി ഇത്തരം ഒരു വകുപ്പ്, അല്ലെങ്കിൽ ഭരണത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഈ 4 വകുപ്പുകൾക്കാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും എന്തായാലും ഉണ്ടാവില്ല. അത്തരം ചില ആവശ്യങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ പാർട്ടികൾ ഉന്നയിച്ചെങ്കിലും അതിൽ ഇല്ല എന്നത് നിലപാട് അറുത്തുമുറിച്ച് തന്നെ BJP വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഇത്തരം മുന്നണി സംവിധാനങ്ങൾ, അത് NDA ആയിക്കോട്ടെ, UPA ഭരണ സംവിധാനമൊക്കെ ഇപ്പോൾ ഘടകകക്ഷികൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒന്ന് റെയിൽവേയാണ്, മറ്റൊന്ന് കൃഷിയാണ്, മറ്റൊന്ന് ഗ്രാമ വികസനമാണ്, അതോടൊപ്പം തന്നെ ഉപരിതല ഗതാഗത ഉണ്ട്. ഇത്തരം വകുപ്പുകളിലൊക്കെ, ഇത്തരം വ്യോമയാനമുണ്ട്. ഇത്തരം വകുപ്പുകളിലൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും JDSന്റെ ആവശ്യം അവർക്ക് റെയിൽവേ വകുപ്പ് വേണം എന്നുള്ളതാണ്. എന്നാൽ റെയിൽവേ വകുപ്പിന് പകരമായി ഗ്രാമവികസന വകുപ്പ്, നേരത്തെ JDS കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. ആ ഗ്രാമവികസന വകുപ്പ് ബീഹാറിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു വകുപ്പ് കൂടിയാണ്. അത് നൽകാം എന്നുള്ള വാഗ്ദാനം ഉണ്ടായെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വ്യോമയാന വകുപ്പിന് വിഷയത്തിലും അത്തരമൊരു നിർദ്ദേശങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ നമുക്കിപ്പോൾ ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആദ്യം ഈ എണ്ണം തീരുമാനിച്ച ശേഷം വകുപ്പുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ JDSന് ചിലപ്പോൾ ചില വിഷയത്തിൽ പ്രത്യേക താല്പര്യമുള്ള വകുപ്പുകൾ കാണും.
മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന അജിത് പവാറിന് ഒരു സീറ്റ് മാത്രമാണ് ഉള്ളതെങ്കിലും അജിത് പവാറും ഒരു പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവിയൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കും താല്പര്യമുള്ള വകുപ്പുകളൊക്കെയാണ് വ്യോമയാന വകുപ്പ് അടക്കമുള്ളത്. അത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഇതിൽ ഉണ്ടാവാൻ ഉള്ള സാധ്യതകളുണ്ട്. അത്തരം തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷമാണ് പിന്നീട് വകുപ്പ് വിഭജനം വരുന്നത്. അതിലൊരു പ്രാഥമികമായ ധാരണ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒന്നാം മോദി സർക്കാരിൻ്റെയും 2014 2019 രണ്ടാം മോദി സർക്കാരിൻ്റെയും കാലത്തെ പോലെ അത്ര അനായാസമായി BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയിരുന്ന് ആരൊക്കെ മന്ത്രിമാരാവണം, ഏതൊക്കെ വകുപ്പ് എടുക്കണമെന്നത് അങ്ങനെ എളുപ്പത്തിൽ തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ ഘടകകക്ഷി നേതാക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് ഈ ഘടകകക്ഷികളെല്ലാം എന്ന് പറഞ്ഞാൽ ഓരോ നേതാവിനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ TDP നേതാവ് ചന്ദ്രബാബു നായിഡു, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘടകകക്ഷിയായ JDUവിൻ്റെ നേതാവ് നിതീഷ് കുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയായ JDSന്റെ നേതാവ് ദേവഗൌഡ, ഇവരെല്ലാം തന്നെ മുന്നണി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പലതവണ അതിൽ സജീവമായി ഇടപെടുകയും അതിൻ്റെ കുതന്ത്രങ്ങളടക്കം എല്ലാം അറിയുന്ന നേതാക്കളാണ്. അവരെ അങ്ങനെ എളുപ്പത്തിൽ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാൻ കഴിയില്ല. JDU അതിനുവേണ്ടി തന്നെയാണ് മറ്റൊരു വിഷയം കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP സർക്കാർ കഴിഞ്ഞ തവണ നടപ്പാക്കിയ ചില അഗ്നിവീർ പദ്ധതിക്കെതിരെയുള്ള അവരുടെ തിരുത്തലുകൾ അവർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതൊന്നും ഔദ്യോഗികമായിട്ടല്ല, പ്രധാനപ്പെട്ട ചില നേതാക്കളെ കൊണ്ട്, നിതീഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത നേതാവ് എന്നറിയപ്പെടുന്ന JC ത്യാഗിയെ കൊണ്ടാണ് ഇത്തരം ചില നിർദ്ദേശങ്ങൾ വെപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാതി സെൻസസ് രാജ്യത്താകമാനം നടത്തണം, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നു. ഞങ്ങളുടെ മന്ത്രിസഭാ തീരുമാനത്തിൽ ഒരു ശക്തമായ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും എന്നുള്ള ഒരു സൂചന കൂടിയാണ് BJPക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളെയൊക്കെ കൈകാര്യം ചെയ്ത് അവരുമായി ഒരു ധാരണ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലല്ല. പക്ഷെ അതിന് കഴിയുന്ന നേതാക്കളെ തന്നെയാണ് BJP നിയോഗിച്ചുള്ള അമിത്ഷാ ആയാലും നദ്ദ ആയാലും രാജ്നാഥ് സിംഗ് ആയാലും ഈ നേതാക്കളുമായിട്ടൊക്കെ വ്യക്തിപരമായ ബന്ധമുള്ളതും ഇത്തരം വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട് പരിചയമുള്ള നേതാക്കൾ തന്നെയാണ്. എന്തായാലും അതിലൊരു അനുകൂലമായ അല്ലെങ്കിൽ സർക്കാർ രൂപീകരണത്തിന് മുമ്പ് തന്നെ അതിലൊരു ധാരണയിലെത്താൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും BJP കേന്ദ്ര നേതൃത്വമുള്ളത്. ശരി, ആർ കിരൺ ബാബു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും സത്യപ്രതിജ്ഞ ഞായറാഴ്ചയാണ്, അതിനായുള്ള നീക്കത്തിലാണ് NDA.